എനിക്കൊരു അപൂർവമായ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ആത്മീയ പണ്ഡിതനൊന്നുമല്ല. അവിടെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹം, ഏതാണ്ട് രാഷ്ട്രീയം തന്നെ അവരാണ്. യെദ്യൂരപ്പയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള അവിടെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട്. ആ സമുദായത്തിൻ്റെ അവരുടെ വാർഷിക സമ്മേളനം, വലിയ സമ്മേളനം മൈസൂർ നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബസവണ്ണയെ പറ്റി പഠിക്കാൻ തയ്യാറായി. ബസവേശ്വരൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ 12-ാം നൂറ്റാണ്ടാണ്. 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എവിടെയും അത്ര ഒരു മാറ്റം ഉണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഗുരുദേവനൊക്കെ പിന്നീട് സാധിച്ചു. അവിടെ അദ്ദേഹം ഒരു നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. ആ നാട്ടുരാജ്യത്ത് വെച്ചിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിക്കലും വ്യത്യാസത കാണാൻ പാടില്ല, തുല്യ അവകാശങ്ങളാണ്, ഈക്വൽ ജസ്റ്റിസ്. അദ്ദേഹം പാർലമെന്റ് വിളിച്ചു കൂട്ടുന്ന പോലെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി തുല്യ അവകാശം എന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയും ഒരു ബ്രാഹ്മണനായ ബാലനെയും അദ്ദേഹം പരസ്യമായി വിവാഹം നടത്താൻ ചടങ്ങ് നടത്തിക്കൊണ്ട് ഒരു വലിയ വിളംബരം നടത്തി. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു, കല്ലെ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ആ യുവാവിൻ്റെയും ബ്രാഹ്മണനായ യുവാവിൻ്റെയും പട്ടികജാതിക്കാരായ പെൺകുട്ടിയുടെയും തല വെട്ടി മാറ്റാൻ ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ് ബസവണ്ണയുടെ, ബസവേശ്വരൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, കാലഘട്ടത്തിൽ ഇതെല്ലാം ജാതി മേൽക്കോയ്മയ്ക്കുമെല്ലാം എതിരായിട്ടുള്ള പോരാട്ടം. ഗുരുദേവൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇപ്പം 170-ാം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, ഗുരുദേവ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 2 ആളുകളെ ഞാനിവിടെ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ നിലപാടുകൾ ഒരിക്കലും നിഷേധാത്മകമായിരുന്നില്ല. അവരെന്നും പോസിറ്റീവിസമാണ്. പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ നടത്തിയപ്പം ഒരു സമുദായത്തിൽപ്പെട്ട ഉന്നതന്മാരെ അടിച്ചമർത്തുന്ന ഈ ജാതീയമായ മേൽക്കോമ അടിച്ചേൽപ്പിക്കുന്ന വിഭാഗം. പക്ഷെ ഗുരുദേവൻ ഒരു വാക്ക് അതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 64 പുസ്തകങ്ങൾ വായിച്ചോളൂ. കാലദേശങ്ങളെ അതിജീവിക്കുന്ന, എനിക്ക് തോന്നുന്നു 64 പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുമാരനാശാന് ഒരു വലിയ വിഷപ്പുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആശങ്ക എഴുതി വെച്ചിട്ടുള്ളത് നല്ല കവിതകൾ എഴുതും. അദ്ദേഹത്തിൻ്റെ ആശയപ്രപഞ്ചത്തിൻ്റെ മകുട ഉദാഹരണമായ രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കവിത ചൊല്ലി നമ്മുടെ മസൂർമാരൊക്കെ ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ആശങ്കറിൻ്റെ ജീവിതത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആ ഗുരുദേവന് കൊടുത്ത ഒരു ഉപദേശം ഞാനതിവിടെ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ കവിത മനോഹരമായി എഴുതി വിശ്വമഹാകവിയാകാൻ പോകുന്ന ഒരാളിനോട് വിളിച്ചു പറഞ്ഞു, ഇന്ന ആത്മീയ തലത്തിൽ ഊന്നി വേണം. ഇപ്പോൾ സ്ത്രീ പുരുഷന്മാരെ പറ്റിയൊക്കെ എഴുതുമ്പോഴും പ്രേമവും പ്രണയവും ഒക്കെ ആക്കുമ്പോഴും ഇന്നത് വേണമെന്ന് ഗുരുദേവൻ നിർദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് ആശങ്കരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് 64 പുസ്തകങ്ങൾ എഴുതിയ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത സ്പർശിക്കാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥം ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ അനീതിക്കെതിരായ പോരാട്ടമാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനുസ്യൂതമായ പ്രവർത്തനത്തിൻ്റെ, കർമ്മത്തിൻ്റെ പന്താവാണ്. പക്ഷേ ഗുരുദേവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ ആളുകളെക്കുറിച്ച്, ഞാൻ ആ സമുദായത്തിലൊന്നും പേര് പറയുന്നില്ല, ആ തരത്തിൽ ഇന്ന ആളുകൾ പ്രതിയോഗികളാണ്, അവരെ അടിച്ചമർത്തണം, അവരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞതായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ. ഇത് തന്നെയാണ് 12-ാം നൂറ്റാണ്ടിൽ ബസവേശ്വരൻ, അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത് തന്നെയാണ്. അതുകൊണ്ടാവാം കേരളവും കർണാടകത്തിലും വ്യത്യസ്തമായി തമിഴ്നാട് നിൽക്കുന്നു. ഞാൻ തമിഴ്നാട്ടുകാരെ കുറയാനല്ല. ഇന്ന സമുദായത്തിൽപ്പെട്ട ആളെ കണ്ടാലും മുറുക്കമ്പാമ്പിനെ കണ്ടാലും ആദ്യം ആ സമുദായത്തിലെ ആളിനെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ ഒന്നിനെ ഐ വുഡ് ലൈക്ക് ടു സേ
ഇറ്റ് ഈസ് പോസിറ്റീവിസം. ഈ പോസിറ്റീവിസമാണ്, ഈ പ്രസാദാത്മകതയാണ് എതിരാളിയെപ്പോലും അവൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഗുരുദേവൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ് ആ പുസ്തകങ്ങളോട് നിങ്ങൾ കടന്നു പോയാൽ ഒരു സ്ഥലത്തും എതിരാളിയെ നിഷേധാത്മകമായി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. ഇത് അപൂർവമായൊരു സിദ്ധിയാണ്.